നാട്ടിനെ വളരെയധികം പ്രയാസത്തിലാക്കിയ ഒരു സംഭവമാണ്. 2 ആഴ്ച മുമ്പ് നടന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. വളരെ പ്രതീക്ഷയോടെ പുതുജീവിതത്തിലേക്ക് കടന്ന ദമ്പതിമാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ അറിയാവുന്ന ആർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദനയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ മലേഷ്യയിൽ പോയി മടങ്ങി വരുന്ന വഴിയിലാണ്. വീട്ടിലേക്ക് അടുക്കാൻ അധികം സമയമില്ലാത്ത ഒരു 5-6 കിലോമീറ്ററൂടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും ഇടവകാംഗങ്ങളും എല്ലാവരും, ആ 2 കുടുംബവും അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ കുടുംബമായിട്ടൊക്കെ നേരത്തെ തന്നെ ബന്ധമുണ്ട്, അടുപ്പുണ്ട്? അല്ല, ബിജു ആണ് എന്നെ വിവാഹത്തിന് വിളിക്കുന്നത്. ഫോണിലൂടെ ആയിരുന്നു വിളിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടികളൊക്കെ? അതെ, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിൻ്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. അല്ല, ഞാനിതിന് ശേഷം ഞാൻ അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്ന രാവിലെ പങ്കെടുത്ത ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു ഇതിൽ. അപ്പോൾ അവർ ഓടിച്ചെല്ലുമ്പോൾ 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിയുടെ മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. പൊതുവിൽ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് അവർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്കതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയൂ. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഉറങ്ങിപ്പോവാനുള്ള പുലർച്ചെയാണ് ഉണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു അപകടത്തിൽ കാറും അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു. അതിൽ നവദമ്പതികൾക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു.